നമ്മുടെ വീടുകളിൽ രോഗികളുണ്ടാവും. പലതരത്തിലുള്ള രോഗികളുണ്ടാവും. അതിൽ നമ്മൾ അവരെ കെയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ്. അവർക്ക് പലതരത്തിലുള്ള വേദനകൾ വരാറുണ്ട്. അപ്പൊ ഈ വേദനകൾ എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടതെന്നാണ് ആദ്യം നോക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് വേദനകൾ വരുമ്പോൾ ഏത് തരത്തിലുള്ള രോഗികളാണ് അവർക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കൃത്യമായ മരുന്ന് കൃത്യമായ സമയത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ട മരുന്നല്ല, ഡോക്ടർ ഏതാണ് ആ രോഗിക്ക് നിർദ്ദേശിച്ചിട്ടുള്ള വേദന വരുമ്പോൾ കൊടുക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള ആ മരുന്ന് കൃത്യമായി കൊടുക്കുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ ഉത്തരവാദിത്തം. ആ മരുന്ന് കൃത്യമായി കൊടുത്താൽ ഒരു പരിധി വരെ രോഗിയുടെ വേദന കുറയ്ക്കാൻ, അവർക്ക് ആശ്വാസം കിട്ടാൻ നമുക്ക് അതായത് ആശ്വാസം പകർന്നു കൊടുക്കാൻ കഴിയുന്നതാണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് റെഗുലർ ആയിട്ടുള്ള എക്സസൈസുകൾ പ്രൊമോട്ട് ചെയ്യാം. ഇപ്പൊ അവർക്ക് നടക്കാൻ പറ്റുന്നില്ലെങ്കിലും ചെറിയ സപ്പോർട്ടോട് കൂടി, അതായത് അവരുടെ ബോഡിക്ക് ചെറിയ മൂവ്മെന്റ്സ് എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരേ ലെവലിൽ തന്നെ കിടക്കുമ്പോഴും അല്ലെങ്കിൽ അതായത് ഒരു മാറ്റമില്ലാതെ ഒരേ ബോഡി പോസ്റ്ററിൽ നിൽക്കുമ്പോഴാണ് കൂടുതൽ വേദനകളും പ്രശ്നങ്ങളും വരാറ്. അപ്പൊ അവർക്ക് കിടപ്പ് രോഗി അയച്ചാൽ അവർക്ക് ഇടയ്ക്ക് ഒരു പൊസിഷൻ മാറ്റി കൊടുക്കുക, 2 മണിക്കൂർ പൊസിഷൻ ചേഞ്ച് ചെയ്യുക. അത് നിർബന്ധമായി ചെയ്യേണ്ടതാണ്. ബെഡ് സോർ വരാതിരിക്കാനും അതായത് അവരുടെ മറ്റുള്ള വേദനകൾ കുറയ്ക്കാനും എല്ലാം സഹായിക്കുന്നതാണ്. ഇപ്പൊ പിടിച്ച് നടക്കാൻ പറ്റുന്നവർക്ക് പിടിച്ച് നടത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ 2 പേരുടെ സപ്പോർട്ടോട് കൂടി അവർ പിടിച്ച് നടത്താൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ചെറിയ ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസുകൾ കൈകാലുകൾക്കൊക്കെ കൊടുക്കുക. ഇതെല്ലാം അവരുടെ വേദന കുറയ്ക്കാനും വേദന വരാതിരിക്കാനും നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റിയത് ഹീറ്റ് ആൻഡ് കോൾഡ് തെറാപ്പിയാണ്. ചില വേദനകൾക്ക് നമുക്ക് ചൂട് പിടിക്കുക, ഹോട്ട് വാട്ടർ ബാഗിൽ ചൂട് പിടിക്കുക. ചില തരത്തിലുള്ള വേദനകൾക്ക് നമുക്ക് ഐസ് വയ്ക്കാം. അപ്പൊ അത് ഏത് തരത്തിലുള്ള വേദനകളാണെന്ന് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അതിന് തക്കതായ ഹെൽപ്പുകൾ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് ശ്രദ്ധിക്കാവുന്നത് അവർക്ക് റിലാക്സേഷൻ ടെക്നിക്സ്, അല്ലെങ്കിൽ എന്താ വെച്ചാൽ യോഗ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ആവും, ബോഡിക്കും അതുപോലെ ഒരു ഉന്മേഷം കിട്ടുന്നതായിരിക്കും. നമ്മൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും, അവർക്ക് യോഗ ചെയ്യാനും കിടന്നുകൊണ്ടും യോഗ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. അപ്പൊ അതിനുള്ള സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നതാണ് നമ്മൾ. അടുത്തത് മസാജ് തെറാപ്പിയാണ് വേദനകൾക്ക് ഏറ്റവും നല്ലത്. അവരുടെ കൈക്കും കാലിനും നല്ല രീതിയിൽ ഒരു ഓൾട്ടർനേറ്റ് ഡേയിൽ ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും അവർക്ക് പലതരത്തിലുള്ള വേദനകൾ വരാതിരിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പൊ കൃത്യമായ രീതിയിൽ കൃത്യമായ ഇടവേളകളിൽ അത് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് വളരെ ഉപകാരമായിരിക്കും അവർക്ക്. അപ്പൊ അങ്ങനെയുള്ള വേദനകൾ അവർക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അടുത്തതാണ് ക്രിയേറ്റിംഗ് എ കംഫർട്ടബിൾ എൻവയോൺമെന്റ്. നമുക്കറിയാം, ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളിലൂടെയാണ് രോഗികൾ കടന്നു പോകുന്നത്. അവർക്ക് അനുയോജ്യമായ നമുക്ക് പരിസരം ഒരുക്കിയെടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അവർക്ക് അവരുടെ വേദനകൾ കുറയ്ക്കാനും അവരുടെ മൈൻഡ് റിലാക്സ് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് വേദനകളിൽ നിന്ന് അവർക്ക്, അതായത് കുറവ് കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ഒരു പോയിന്റ് ആണ് നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്, നല്ല ഉറക്കം കിട്ടുന്ന രീതിയിൽ അവരുടെ ബെഡും കാര്യങ്ങളും അവരുടെ റുട്ടീനും അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഉറക്കം കിട്ടിയാൽ തന്നെ പലതരം വേദനകൾ ഒഴിവാക്കാവുന്നതാണ്. അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻ ടെക്നിക്സ് ഉണ്ട്. എപ്പോഴും വേദന പറയുന്ന പേഷ്യൻസിന് ചെറിയ ചെറിയ കളികളിൽ ഇൻവോൾവ് ചെയ്യിക്കുക, അവരുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യിക്കുക. വേദന 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 എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗിൽ നിന്ന് മാറ്റി ചിന്തിക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഈവൻ നമ്മൾ കിടപ്പ് രോഗിയാണെങ്കിൽ അവരുടെ കൂടെ നമ്മൾ കൂടുതൽ കൂടുതൽ എൻകറേജ് ചെയ്യുക, കൂടെ എൻജോയ് ചെയ്യുക, അവരെ ചെറിയ ചെറിയ ആക്ടിവിറ്റിയിൽ അവരുടെ കൂടെ പങ്കെടുത്തുകൊണ്ട് അവരുടെ ഡിസ്ട്രാക്ഷൻ, അതായത് മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്ന ഡിസ്ട്രാക്ഷൻ ടെക്നിക്സും ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വേദനകൾ അവർക്ക് കുറയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് പെയിൻ സ്കോർ, ഒരു ദിവസം എത്ര അവർക്ക് വേദന ഉണ്ടായിരുന്നു, അതിന്റെ പെയിന്റെ ലെവലുകൾ നോട്ട് ചെയ്ത് വെക്കുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. താങ്ക് യു.